നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അഫർമേഷൻസ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. ഐ ആം എ ബില്യനെയർ അല്ലെങ്കിൽ ഐ ആം പവർഫുൾ. വിഷൻ ബോർഡ്സ് കാണാറുണ്ട്. വിഷ്വലൈസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ളൊരു റിസൾട്ട് കാണുന്നില്ല. എവിടുന്നാണ് തുടങ്ങിയത് അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. എൻ്റെ ജീവിത കാര്യങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ സിറ്റുവേഷൻ, പഴയ സാഹചര്യങ്ങൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ചിന്തിച്ചു തുടങ്ങും, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമാണോ? ശരിയായ രീതിയിലല്ലേ ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വർക്ക് ആവത്തില്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. നമ്മളെ തന്നെ പതുക്കെ സംശയിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈ സംശയിച്ച് തുടങ്ങുന്തോറും നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളും അതുപോലെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണിത് ശരിക്കും വർക്ക് ചെയ്യുന്നത്? നമ്മൾ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പിലത്തെ എൻ്റെ ഒരു വീഡിയോയിൽ മാനിഫെസ്റ്റേഷൻ്റെ 5 സ്റ്റെപ്പുകളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട്, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, എന്നിട്ടും റിസൾട്ടുകൾ ശരിയായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്കിതിൻ്റെ ഒരു മെക്കാനിസം എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാനെപ്പോഴും പറയാറുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ടെക്നിക്കുകൾ എന്ന് പറയുന്ന അഫർമേഷൻ, മെഡിറ്റേഷൻസ്, വിഷൻ ബോർഡ്, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ഒരു അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചില ടൂൾസ് ആണെന്ന് മാത്രമാണ്. ഡയറക്റ്റ് അതൊരു റിസൾട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, നമ്മളെ ആ ഒരു അലൈൻഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് വളരെ അനുകൂലമാകുന്നത് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ഒരു പരിണാമം സംഭവിക്കുമ്പോഴാണ്. അതായത് ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് സംഭവിക്കുമ്പോഴാണ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറി നമ്മൾ മറ്റൊരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറുമ്പോഴാണ് ആ ഐഡൻറ്റിറ്റിയുമായി യോജിക്കുന്ന തരത്തിലേക്കുള്ള അനുഭവങ്ങളും ആളുകളും പണവും സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നമുക്ക് വരുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ലയബിലിറ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പണത്തെക്കുറിച്ചുള്ളൊരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കാം ഒരുപക്ഷെ. പലപ്പോഴും കടത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് സമ്പന്നതയിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കടത്തിൽ നിൽക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന്, അല്ലെങ്കിൽ ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് നമുക്കതിനെ വിളിക്കാം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അയാൾ ചിന്തിക്കുന്ന രീതികൾ, അതുപോലെ അയാൾ ഓരോ ദിവസവും ചെയ്യുന്ന ആക്ഷനുകൾ, അയാളുടെ ഡിസിഷൻസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചറിൽ നിന്നാണ്. അതിൽ നിന്നും വെൽത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് കടക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു വെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ആണെങ്കിൽ അയാളുടെ ചിന്തകൾ അങ്ങനെയായിരിക്കും, അയാളുടെ ഡിസിഷൻസ് അങ്ങനെയാവും, അയാളുടെ ആക്ഷൻ അങ്ങനെയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അട്രാക്റ്റ് ചെയ്യുന്നതും അത്തരം നല്ല അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റാണ്, അതായത് ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നും മറ്റൊരു ഐഡൻറ്റിറ്റിയിലേക്ക് പൂർണ്ണമായും മാറുന്ന ഒരു ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ